Hello everyone, welcome to CarX. ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ഹുണ്ടായി വെർണയാണ്. യെസ്, അപ്പൊ നമ്മുടെ വെർണയുടെ ഡിസൈൻ കാര്യങ്ങളിലേക്കൊക്കെ നമുക്ക് പോവാം. ആദ്യം തന്നെ പറയാനുള്ള പക്ക ഫ്യൂച്ചറിസ്റ്റിക് ഡിസൈൻ തന്നെ പറയണം. കാരണം ആ ഒരു ഫ്രണ്ട് ഡിസൈൻ ഒക്കെ ഒരു രക്ഷയില്ല. കാരണം നമ്മൾ കോമൺലി കാണുന്ന ഒരു ഡിസൈൻ അല്ല ഇപ്പൊ വെർണയ്ക്ക് വന്നേക്കുന്ന. ആ ഒരു ഫ്രണ്ട് ഒരു ബോണറ്റ് ലൈൻ ഒക്കെ വന്ന് താഴോട്ട് വന്നേക്കുന്ന ഈ ഒരു DRLs കണക്റ്റഡ് DRLs കൊടുത്തേക്കുന്നതും ഒക്കെ വളരെ ഒരു പക്ക ഒരു ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ഫ്യൂച്ചറിസ്റ്റിക് ഡിസൈൻ തന്നെയാണ്. കാരണം ആ ഒരു റേഡിയേറ്റർ ഗ്രില്ലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തേക്കുന്നത്. അപ്പൊ നമുക്ക് നേരെ ഡീറ്റെയിൽഡ് ആയിട്ട് പോവാം. അപ്പൊ ഈ ഫ്രണ്ടിൽ നമുക്ക് ആദ്യമേ തന്നെ പക്ക ആ ഒരു അട്രാക്ഷൻ ഫീൽ ചെയ്യുന്ന ഈ ഒരു DRLs ആണ്, കണക്റ്റഡ് DRLs ആണ്. ഇങ്ങനെ ആ ഒരു എൻഡ് വരെ പോകുന്നുണ്ട് കണ്ടിന്യൂറ്റി ആയിട്ട്. പിന്നെ മേളിൽ വേണ്ട ഇവിടെ വലിയ വലിപ്പത്തിൽ നമുക്ക് ഹുണ്ടായുടെ ലോഗോ കൊടുത്തിട്ടുണ്ട്. പിന്നെ താഴേക്ക് വരുമ്പോഴത്തേക്കിനും പാരാമെട്രിക് ഗ്രിൽ എന്നാണ് ഹുണ്ടായി ഈ ഒരു ഗ്രില്ലിനെ വിളിക്കുന്നത്. അതിൽ നല്ല പിയാനോ ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുത്തേക്കുന്നത്. നല്ല ആ ഒരു ഭംഗിയുണ്ട് കാണാൻ. തൊട്ട് താഴെ ഒരു എയർ ഡാമിന്റെ ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. അവിടെ നല്ല എയർ ഇൻടേക്ക് ഒക്കെ കിട്ടുന്ന രീതിയിൽ തന്നെ അവിടെ കൊടുത്തിട്ടുണ്ട്. അഡാസ് നമുക്ക് ഈ വെഹിക്കിളിൽ വരുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒരു സെൻസർ യൂണിറ്റും കാര്യങ്ങളും ഒക്കെയാണ് കൊടുത്തേക്കുന്നത്. പിന്നെ സൈഡിലേക്ക് വരുമ്പോഴത്തേക്കിനും ഹെഡ്ലാമ്പ് യൂണിറ്റ്സ് LED ഹെഡ്ലാമ്പ്സ് ആണ് വരുന്നത്. വിത്ത് കോർണറിംഗ് ഫംഗ്ഷനിങ് ഉള്ള ഹെഡ്ലാമ്പ്സ് ആണ്. പിന്നെ ഇവിടെയാണ് നമുക്ക് ഇൻഡിക്കേറ്റർ കൊടുത്തേക്കുന്നത്. പിന്നെ തൊട്ട് താഴെയായിട്ട് ഒരു സെൻസേഴ്സ്, ഫ്രണ്ട് സെൻസേഴ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ഡിസൈൻ എലമെന്റ്സ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോഴത്തെ ഈ ന്യൂജൻ വെഹിക്കിൾസിലെല്ലാം ഇപ്പൊ ഫോഗ് ലാംപ്സ് നമുക്ക് ഔട്ട് ആയിട്ടുണ്ട്. ഇപ്പൊ ഒരു ഫോഗ് ലാംപ്സിന്റെ ആവശ്യം വരില്ല. കാരണം ഇത്രയും ലോ ആയിട്ട് നിൽക്കുന്ന ഭാഗത്താണ് ഹെഡ് ലാംപ്സ് വരുന്നത് കൊണ്ട് തന്നെ ആ ഒരു ഫോഗ് ലാംപ്സിന്റെ ആവശ്യം പിന്നെ വരുന്നില്ല. മൊത്തത്തിൽ ഫ്രണ്ട് ലുക്ക് എന്ന് പറഞ്ഞാൽ പക്ക ഫ്യൂച്ചറിസ്റ്റിക് ആൻഡ് സ്പോർട്ടി എന്ന് തന്നെ പറയണം. ഒരു സെഡാനിന് വേണ്ട എല്ലാ ഒരു ഡിസൈനിനകത്ത് നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ട്. കാരണം ആ ഒരു എയറോഡൈനാമിക് ഡിസൈൻ തന്നെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും. ആ ഒരു എയർ ഫ്ലോ ഒക്കെ ഒരു രീതിയിലും ഒരു തടസ്സമില്ലാത്ത രീതിയിലുള്ള എയർ ഫ്ലോ കിട്ടുന്ന രീതിയിലാണ് അതിന്റെ ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. ഇപ്പൊ ഇവിടെ ആണെങ്കിലും നമ്മുടെ ബോണറ്റിലൊക്കെ ആണെങ്കിൽ 2 പവർ ലൈൻസ് ഒക്കെ മൊത്തത്തിൽ കൊടുത്തിട്ടുണ്ട്. നല്ല ഫ്രണ്ട് എൻഡ് ആ ഒരു അപ്പിയറൻസ് പറയുന്ന ഒരു രക്ഷയില്ലെന്ന് തന്നെ പറയാം. പക്ക ഫ്യൂച്ചറിസ്റ്റിക്. ഇനി നമുക്ക് നേരെ സൈഡ് ഡിസൈനിലേക്ക് പോവാം. വെർണയുടെ സൈഡ് പ്രൊഫൈൽ ഒരു രക്ഷയില്ലെന്ന് തന്നെ പറയണം. കാരണം 4575 മില്ലിമീറ്റർ ആണ് ഓവറോൾ ലെങ്ത്. അത് നിങ്ങൾക്ക് നല്ല രീതിയിൽ ഇവിടെ വിസിബിൾ ആയിരിക്കും. പിന്നെ ഈ സെഗ്മെന്റിലെ ഏറ്റവും ലോങ്സ്റ്റ് വീൽ ബേസ് ഉള്ള ഒരു വെഹിക്കിളും കൂടെ ആണ്. 2670 മില്ലിമീറ്റർ ആണ് ഈ വെഹിക്കിളിന്റെ ഒരു വീൽ ബേസ് എന്ന് പറയുന്നത്. അതിന്റെ ആ ഒരു ലെങ്ത് നിങ്ങൾക്ക് ഇപ്പൊ ഈ ഒരു വീഡിയോ വിഷ്വൽസിലൂടെ നമുക്ക് കാണാൻ പറ്റും. പക്കയാണ്. അത്രയും ആ ഒരു വീൽ ബേസ് വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഇന്റീരിയറിൽ അത്രയും സ്പേഷ്യസും ആണ്. അത് നമുക്ക് ഇന്റീരിയർ വീഡിയോ ചെയ്യുമ്പോൾ നമുക്ക് കാണാം. പിന്നെ നമുക്ക് സൈഡ് ഡിസൈനിൽ ആദ്യം പറയേണ്ടത് പറഞ്ഞാൽ 16 ഇഞ്ച് ഒരു ഫുൾ ബ്ലാക്ക് ആയിട്ട് വരുന്ന ഒരു അലോയ്സ് ആണ്. അത് വന്നിട്ട് 205 55 16 ഇഞ്ചാണ് അലോയ്സ് വരുന്നത്. അത്യാവശ്യം നല്ല ഒരു സ്പോർട്ടി നേച്ചറൊക്കെ തരുന്ന രീതിയിൽ തന്നെയാണ് കൊടുത്തേക്കുന്നത്. അതിന് നമുക്ക് ഈ കാലിപ്പറിൽ റെഡ് കാലിപ്പർ ആയിട്ടാണ് വെഹിക്കിൾ വരുന്നത്. പിന്നെ ഇപ്പൊ നമ്മൾ ഈ ചെയ്യുന്ന വെഹിക്കിൾ എന്ന് പറയുന്നത് 1.5 ലിറ്റർ ടർബോ എഞ്ചിനാണ്. GDI പെട്രോൾ എഞ്ചിനാണ്, ടർബോ പെട്രോൾ എഞ്ചിനാണ് നമ്മളിപ്പോ ചെയ്യുന്നത്. ഫുൾ ഓപ്ഷൻ ആണ്. SX ഓപ്ഷൻ എന്ന് പറയുന്ന മോഡലാണ് നമ്മളിപ്പോ ചെയ്യുന്നത്. ഇതിന്റെ നോൺ ടർബോ മോഡലും അവൈലബിൾ ആണ്. നമ്മളിപ്പോ ഡ്രൈവിനായിട്ട് സെലക്ട് ചെയ്തേക്കുന്നത് 1.5 ലിറ്റർ ടർബോ ആണ്. പിന്നെ സൈഡിലേക്ക് വരുമ്പോഴത്തേക്കിനും നമുക്ക് വേണ്ട ടേൺ ഇൻഡിക്കേറ്റേഴ്സ് നമ്മുടെ സൈഡ് മിറേഴ്സിൽ കൊടുത്തിട്ടുണ്ട്. ബോഡി കളേർഡ് ആയിട്ടാണ് കൊടുത്തേക്കുന്നത്. ആ ഒരു ബ്ലാക്ക് കോമ്പിനേഷൻ 2 സ്പ്ലിറ്റ് അപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും ബി പില്ലറൊക്കെ ഒരു ബ്ലാക്ക് ഔട്ട് ചെയ്ത് ആ ഒരു രീതിയിലാണ് കൊടുത്തേക്കുന്നത്. പിന്നെ ഡോർ ഹാൻഡിൽസ് നല്ല ഒരു ചങ്കി ഫീലിലാണ് കൊടുത്തേക്കുന്നത്. നല്ല വലുപ്പത്തിൽ കൊടുത്തിട്ടുണ്ട്. ഒരു നല്ല ഭംഗിയുണ്ട് കാണാനും. അതിന്റെ ഒരു ഡിസൈൻ ഒരു പ്രത്യേക രസമുണ്ട്. ഒരു വാട്ടർ ബബിൾ പോലെ ഇങ്ങനെ പോയേക്കുന്ന രീതിയിലാണ് കൊടുത്തേക്കുന്നത്. ഒരു സിൽവർ ഫിനിഷാണ്, ഒരു മാറ്റ് സിൽവർ ഫിനിഷാണ് കൊടുത്തേക്കുന്നത്. പിന്നെ ബാക്കിലോട്ട് വരുമ്പോൾ ഈ ഒരു സിൽവറുടെ ഒക്കെ നല്ല ഭംഗിയുണ്ട് കാണാൻ. റൂഫ് ലൈൻ തന്നെ ഒരു കൂപ്പേ ഫിനിഷിലാണ്. ഇങ്ങനെ ഇറങ്ങിക്കോ, ഇങ്ങനെ ഒഴുകി. ഞാനിതാണ് ആദ്യം പറയാൻ കാരണം ആ ഒരു എയറോഡൈനാമിക് ആ ഒരു ഡിസൈനിനകത്ത് അത്രയും എയറോഡൈനാമിക്സ് നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ട്. കാരണം ആ ഒരു എയർ ഫ്ലോ നല്ല ഭംഗിയാണ്. അവിടുന്ന് കട്ട് ചെയ്ത് ഇങ്ങനെ അങ്ങ് ഒഴുകി പോകുന്ന ഒരു ഡിസൈൻ, അങ്ങനെയാണ് എടുത്ത് പറയാൻ. ആ ഒരു ഒഴുക്കാണ് മൊത്തത്തിൽ ഈ വെർണയിൽ എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ ഇവിടെ വരുമ്പോഴത്തേക്കും നല്ല ഡിസൈൻ എലമെന്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ബെൽറ്റ് ലൈൻ ഒക്കെ പോകുന്നുണ്ട് നമുക്ക് ഇവിടെ ഇങ്ങനെ. പിന്നെ ഇവിടെ നമ്മുടെ ഈ ഒരു ഷോൾഡർ ലൈനിൽ ഒരു ക്രോം സ്ട്രിപ്പ് പോകുന്നുണ്ട്.
ഫ്രണ്ടിലോട്ട് നീങ്ങുന്നുണ്ടത്. പിന്നെ താഴോട്ട് വരുമ്പോഴാണെങ്കിലും ഇവിടെ നമുക്ക് ഒരു ഇങ്ങനെ ഒരു കട്ടിങ് കൊടുത്ത് ആ ഒരു ഡിസൈൻ എലമെന്റ്സ് ഒക്കെ ഈ റിയർ ഡോറിന്റെ അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇനിയിപ്പോ നമുക്ക് നേരെ റിയർ ഡിസൈനിലേക്ക് പോവാം. ബാക്കും ഞാൻ നേരത്തെ പറഞ്ഞ വാക്കെടുക്കുകയാണ്, പക്ക ഫ്യൂച്ചറിസ്റ്റിക് ആണ്. ആ ഒരു ടെയിൽ ലാമ്പിന്റെ ഡിസൈൻ തന്നെ ആ രീതിയിലാണ് കൊടുത്തേക്കുന്നത്. ഇവിടെ ഇങ്ങനെ ഈ ഒരു കട്ടിങ് പോലെ വന്നിട്ട് കണക്റ്റഡ് ആയിട്ടാണ് ആ ടെയിൽ ലാമ്പിന്റെ ഒരു അപ്പുറത്തെ ആ സൈഡിലെ ടെയിൽ ലാമ്പിലേക്ക് ഇങ്ങനെ കണക്ട് ചെയ്ത് പോയേക്കുവാണ് ടെയിൽ ലാമ്പിന്റെ ആ ഒരു ഡിസൈൻ എന്ന് പറയുന്നത്. പിന്നെ താഴോട്ട് വരുമ്പോഴത്തേന് ഇവിടെയൊക്കെ നമുക്ക് നല്ല റിഫ്ലക്റ്റേഴ്സ് കൊടുത്ത് നല്ല ഭംഗിയുണ്ട്. LED ടെയിൽ ലാമ്പ്സ് ആണ് യൂണിറ്റ് ആണ് കൊടുത്തേക്കുന്നത്. പിന്നെ ഇത് റിവേഴ്സ് ലാമ്പും അതിനകത്ത് ഇൻഡിക്കേറ്റേഴ്സും കൊടുത്തേക്കുന്നത് ഇങ്ങനെ ഒരു സ്പ്ലിറ്റ് അപ്പ് ചെയ്ത് ഇങ്ങനെ ഒരു അതിനകത്ത് ഡിസൈൻ എലമെന്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അത് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. പിന്നെ മെയിനായിട്ട് മേളിൽ നമുക്കൊരു ഷാർഫിൻ ആന്റിന കാണാം. പിന്നെ ഡിഫോർഗർ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സ്റ്റാൻഡേർഡ് ആണ്. കാരണം ഇത്രയും ഒരു പ്രീമിയം ഒരു സെഗ്മെന്റിലേക്ക് വരുന്ന ഒരു വെഹിക്കിൾ ആകുമ്പോൾ അതൊക്കെ സ്റ്റാൻഡേർഡ് ആയിട്ട് തന്നെ വരുന്നതാണ്. അതാണ് ഞാൻ പിന്നെ അങ്ങനെ പറഞ്ഞു പോകുന്നത്. പിന്നെ നമുക്ക് ഇവിടെ ഒരു സ്റ്റോപ്പ് ലാമ്പ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ചരിഞ്ഞിറങ്ങുന്ന റൂഫ് ലൈൻ ആയതുകൊണ്ട് ഇവിടെ വന്നിട്ടൊരു കട്ടിങ് ഉണ്ട്. ഇവിടെ ഒരു ലിപ് സ്പോയിലർ പോലെ ഫീൽ ചെയ്യുന്ന രീതിയിൽ ആ ഒരു ഡിസൈൻ എലമെന്റ് അങ്ങനെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ആ ഒരു എയറോഡൈനാമിക് എയർ ഫ്ലോ കട്ട് ചെയ്ത് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡിസൈൻ എലമെന്റ്സ് ആണ്. അതൊക്കെ നല്ല ഭംഗിയുണ്ട് അതൊക്കെ കാണാനാണേലും. പിന്നെ ഈ സൈഡിലേക്ക് വരികയാണെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ അവിടുന്ന് വരുന്ന ആ ഒരു കട്ടിങ് എലമെന്റ് ഇങ്ങനെ ഈ സൈഡിലേക്ക് ഇടുക്കിയിലേക്ക് കയറി വരുന്നുണ്ട്. അതൊക്കെ നല്ല ഭംഗിയിലാണ്, നമുക്ക് കാണുമ്പോൾ നല്ല ഭംഗിയാണ്. ആ ഒരു ഡിസൈൻ എലമെന്റ്സ് ഒക്കെ പോയിരിക്കുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ട്. പിന്നെ താഴോട്ട് വരുമ്പോഴത്തേക്കിനും നമുക്ക് ഇവിടെ ബാക്കിലും സെൻസേഴ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ബമ്പറിൽ ഏറ്റവും താഴെയായിട്ട് ഈ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷിലാണ് നമുക്ക് ഇങ്ങനെ ഒരു ഡിസൈൻ എലമെന്റ്സ് കാണാം. അത് നല്ല രസമുണ്ട് കാണാൻ. ആ എലമെന്റ്സ് ഒക്കെ പോയിരിക്കുന്ന കാണാൻ ഒരു പ്രത്യേക ഭംഗിയുണ്ട്. പിന്നെ തൊട്ട് താഴെയായിട്ട് ഈ ഒരു നമ്മുടെ ബോഡി കളർ രീതിയിൽ തന്നെയാണ് കൊടുത്തേക്കുന്നത്. ആ ഒരു സ്കിഡ് പ്ലേറ്റിന്റെ ഭാഗം വന്നേക്കുന്നത് അത് ആ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷും ആ ഒരു വൈറ്റിലും ഒക്കെ വന്നേക്കുന്നുണ്ട്. ഒരു പ്രത്യേക ഒരു എടുപ്പ് കൂടുതൽ തോന്നുന്നുണ്ട്. അത് തന്നെ ഒരു സ്പോർട്ടി നേച്ചറും കൂടെ വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ ഈ ഒരു ലൈറ്റ്സിന്റെ യൂണിറ്റിനകത്ത് വരണമെന്നുള്ള ഒരു ബാഡ്ജിങ് ഇവിടെ വരുന്നുണ്ട്. പിന്നെ നമ്മളിപ്പോ പറഞ്ഞ 1.5 ടർബോ എന്ന് പറഞ്ഞിട്ട് ഇവിടെ നമുക്ക് ഈ രീതിയിലൊരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോ നമുക്ക് നേരെ ഇതിന്റെ ബൂട്ട് സ്പേസ് ഒന്ന് ചെക്ക് ചെയ്യാം. യെസ്, ഇത് നമുക്ക് റിമോട്ടിൽ ഓപ്പൺ ചെയ്യാം. നമ്മുടെ കീയിലും നമുക്ക് ഓപ്പൺ ചെയ്യാവുന്ന രീതിയിലാണ് കൊടുത്തേക്കുന്നത്. 528 ലിറ്റർ ആണ് ബൂട്ട് സ്പേസ് വരുന്നത്. നല്ല ധാരാളം നല്ലൊരു സ്പേഷ്യസ് ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് കൊടുത്തേക്കുന്നത്. പിന്നെ ഇവിടെ നമുക്ക് വന്നിട്ട് ലൈറ്റ്സും കാര്യങ്ങളൊന്നും വരുന്നില്ല. ഉണ്ട് കേട്ടോ, ലൈറ്റ്സ് വരുന്നുണ്ട്. യെസ്, മേളിലാണ്. നമ്മൾ പകൽ ഷൂട്ട് ചെയ്യാണ്ട് പെട്ടെന്ന് കാണത്തില്ല, അതാണ്. യെസ്, അപ്പൊ അത്രയാണ്. സ്പെയർ വീലും കാര്യങ്ങളൊക്കെ ഇതിന് അടിയിൽ വരുന്നുണ്ട്. 15 ഇഞ്ച് വീൽസ് ആണ് വരുന്നത്. സ്പെയർ വീൽ ആണല്ലോ, അപ്പൊ അതുകൊണ്ട് ആ രീതിയിലാണ് കൊടുത്തേക്കുന്നത്. യെസ്, അപ്പൊ നമുക്കിനി നേരെ ഇന്റീരിയർ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, യെസ്, അപ്പൊ നമ്മുടെ വെർണയുടെ ഇന്റീരിയറിൽ എന്തൊക്കെയാണ് വിശേഷങ്ങൾ നമുക്ക് നോക്കാം. ആദ്യമേ തന്നെ ഒരു രക്ഷയില്ലാത്ത ഈ ഒരു ബ്ലാക്ക് ഇന്റീരിയർ ആണ്. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ഇത്ര ഒരു ഇൻട്രസ്റ്റ് വന്നേക്കുന്നത്. കാരണം എനിക്ക് ഇന്റീരിയറിലെ വെഹിക്കിൾസിലൊക്കെ ബ്ലാക്ക് ഇന്റീരിയർ വരുന്നത് ഭയങ്കര ഒരു ഇഷ്ടമുള്ള ഒരു കൂട്ടത്തിലാണ്. അപ്പൊ നമുക്ക് നേരെ വെർണയുടെ കാര്യത്തിലേക്ക് വരാം. അപ്പൊ ഈ ഒരു ആ ഒരു ബ്ലാക്ക് കോമ്പിനേഷനിൽ നമുക്ക് ഈ ഒരു റെഡ് ഇൻസേർട്ട് വന്നേക്കുന്നുണ്ട്. ഒന്നുകൂടെ ഒരു എന്താ പറയുക, അപ്പൊ ആ ഒരു സ്പോർട്ടി നേച്ചർ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നമ്മുടെ ഇന്റീരിയറിലേക്ക് കയറുമ്പോഴത്തേക്കിനും നമുക്ക് വെഹിക്കിളിൽ കയറുമ്പോൾ ആ ഒരു സ്പോർട്ടി ഫീൽ നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ 1.5 ലിറ്റർ ടർബോ എഞ്ചിനാണ് നമ്മൾ സെലക്ട് ചെയ്തേക്കുന്നത്. അതിന് ഈ ഒരു രീതിയിലാണ് നമുക്ക് ഇന്റീരിയറിൽ വരുന്നത്. ഈ ഒരു ബ്ലാക്കും ഈ ഒരു റെഡ് ആക്സെന്റ് രീതിയിലാണ് വരുന്നത്. പിന്നെ നമുക്ക് ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയത്തില്ല, ഈ ഒരു ആംബിയൻ ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. നമുക്കിത് ഓൾമോസ്റ്റ് 63 കളേഴ്സ് കസ്റ്റം ചെയ്ത് സെറ്റ് ചെയ്യാൻ പറ്റും വെഹിക്കിളിൽ. പിന്നെ അവിടെ നമുക്ക് വന്നിട്ട് 10.25 ഇഞ്ചിന്റെ 2 സ്ക്രീൻ നമുക്ക് വരുന്നുണ്ട്. അത് നമുക്ക് ഒന്നിച്ചിങ്ങനെ ഈ രീതിയിലാണ് കൊടുത്തേക്കുന്നത്. ഈ ഇൻഫർടൈൻമെന്റിനകത്ത് നമുക്ക് ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ അങ്ങനെയുള്ള എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട് ഇൻബിൽഡ് ആയിട്ട്. പിന്നെ നാവിഗേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. പിന്നെ ബ്ലൂ ലിങ്ക്, അത് ഹുണ്ടായുടെ ആ ഒരു ആപ്പ് ത്രൂ നമുക്ക് എല്ലാം ഇതിനകത്ത് നമുക്ക് വയർലെസ് ആയിട്ടൊക്കെ ഓരോ കാര്യങ്ങൾ നമുക്ക് മൊബൈൽ വഴി ചെയ്യാവുന്ന അതിന്റെ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ വെഹിക്കിളിന് നമുക്ക് അഡാസ് ലെവൽ 2 ഫീച്ചേഴ്സ് വരുന്നുണ്ട്. അതിന്റെ നമുക്ക് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. നമുക്ക് നോക്കാനായിട്ട് ഇവിടെ നമുക്ക് സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. വേണ്ടേ
ഡ്രൈവർ അറ്റൻഷൻ വാർണിംഗ്, ഡ്രൈവർ സേഫ്റ്റി ആയിട്ട് വരുന്നത് ഫോർവേഡ് സേഫ്റ്റി, ലെയിൻ സേഫ്റ്റി, അതായത് ലെയിൻ കീപ്പ് അസിസ്റ്റ്, ബ്ലൈൻഡ് സ്പോട്ട് സേഫ്റ്റി, അങ്ങനെയുള്ള എല്ലാ അഡാസ് ലെവൽ 2 വരുന്ന എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. അതെല്ലാം അത്രത്തോളമാണ് കൊടുത്തേക്കുന്നത്. പിന്നെ പാർക്കിംഗ്, അതിന്റെ സേഫ്റ്റി വാർണിംഗ് മെത്തേഡ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഫീച്ചേഴ്സ് നമുക്ക് എത്ര പറഞ്ഞാലും പറഞ്ഞ് തീരാത്ത അത്രത്തോളം ഫീച്ചേഴ്സ് ഉള്ള ഒരു വെഹിക്കിൾ ആണ്. ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കേണ്ടി വരും. അതുകൊണ്ടാണ് ഇത്രയും ഞാൻ പറഞ്ഞ ലെവൽ 2 വരുന്ന എല്ലാ ഫീച്ചേഴ്സും നമുക്ക് വെഹിക്കിളിൽ വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതിന്റെ ഈ ഒരു ടച്ചിന്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ പക്ക ആക്യുറേറ്റ് ആണ് ടച്ച്. നമുക്കാണെങ്കിൽ എല്ലാം നമുക്ക് കണ്ടില്ല, നമുക്ക് വളരെ സ്മൂത്ത് ആയിട്ട് ഹാൻഡിൽ ചെയ്യാവുന്ന രീതിയിലാണ് അതിന്റെ ഒരു ടച്ച് റെസ്പോൺസ് ഒക്കെ. പിന്നെ താഴോട്ട് വരുമ്പോഴത്തേക്കിന് നമുക്ക് ഒരു ക്ലൈമട്രോണിക് AC ആണ് വരുന്നത്. അതിന്റെ ഫിസിക്കൽ സ്വിച്ചസും കാര്യങ്ങളൊക്കെ നമുക്ക് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ചെറിയ സ്ക്രീനിൽ നമുക്ക് ഇതെല്ലാം കാണാൻ പറ്റും. അതിന്റെ ടെമ്പറേച്ചർ കൺട്രോൾസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. കണ്ടോ, ഇവിടെ ഓട്ടോ സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്തൊരു വേറൊരു ഗുഡി ഫീച്ചർ ഉണ്ട്. നമുക്ക് ഇവിടെ സ്പ്ലിറ്റ് അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ തന്നെ കണ്ടോ മാറി, ഇവിടെ നമുക്ക് ഈ ഇൻഫോർടൈൻമെന്റിന്റെ ഫിസിക്കലായിട്ട് നമുക്ക് ഇവിടെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ആ ഒരു ഫെദർ ടച്ച് രീതിയിലാണ് കൊടുത്തേക്കുന്നത്. ഇപ്പൊ ഞാനിപ്പോ കാണിക്കാം. നാവിഗേഷൻസ് എടുത്ത് കഴിഞ്ഞാൽ കണ്ടോ, ഇവിടെ വന്ന് കണ്ടോ, പിന്നെ മാപ്പ് കണ്ടോ, ഇങ്ങനെ നമുക്ക് വേണമെങ്കിലും ചെയ്യാം. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇവിടെ ഇങ്ങനെ ഒരു സ്വിച്ചിൽ ഞെക്കി കഴിഞ്ഞാൽ മൊത്തത്തിൽ മാറും. പിന്നെ ഇത് AC കൺട്രോൾസ് ആയിട്ട് മാറും. ആ രീതിയിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ തൊട്ട് താഴോട്ട് വരുമ്പോഴത്തേക്കും നമ്മുടെ ഈ 2 സീറ്റ്സ് വരുന്നത് വെന്റിലേറ്റഡ് സീറ്റ്സ് ആണ്. അതിന്റെയാണ് ഈ കൊടുത്തേക്കുന്നത്. പിന്നെ ഇത് നോർമലി നമുക്ക് സാധാരണ കൂളിംഗ് മാത്രമല്ലേ വരുന്നുള്ളൂ. വെർണയിൽ നമുക്ക് ഹീറ്റിംഗ് ഫംഗ്ഷനും വരുന്നുണ്ട്. അതിന്റെയാണ് ഈ 2 സ്വിച്ചസ് കൊടുത്തേക്കുന്നത്. കണ്ടോ, ഇവിടെ നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇത് കൂളിങ്ങും ഇത് ഹീറ്റിങ്ങും അതാണ് കൊടുത്തേക്കുന്നത്. പിന്നെ താഴോട്ട് വരുമ്പോഴത്തേക്കിന് നമുക്കിവിടെ ടൈപ്പ് C, ടൈപ്പ് A കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ 12 വോൾട്ടിന്റെ ഒരു സോക്കറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ തൊട്ടായിട്ട് വരുമ്പോഴത്തേക്കിനും വയർലെസ് ചാർജിങ് പോർട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ നമുക്ക് താഴോട്ട് വരുമ്പോഴും ഡ്രൈവ് മോഡ്സ് വരുന്നുണ്ട്. നമുക്ക് ഈ സ്ക്രീനിലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കളേഴ്സ് ചേഞ്ച് ആവുന്ന കാണാം. ഇത് സ്പോട്ട് ആയതുകൊണ്ടാണ് ആ റെഡ് ഫിനിഷ് വന്നേക്കുന്നത്. കണ്ടോ, എക്കോ വരുമ്പോൾ വേറൊരു കളർ വരുന്നുണ്ട്. കണ്ടോ, സ്പോട്ട്, നോർമൽ, എക്കോ, ഇങ്ങനെ 3 മോഡ്സ് വരുന്നുണ്ട്. പിന്നെ താഴോട്ട് വരുമ്പോഴത്തേക്കും ഇവിടെ നമുക്ക് ക്യാമറയിൽ കണ്ടോ, ഇത് കണ്ടോ, നമുക്ക് ഇവിടെ നോക്കി കഴിഞ്ഞാൽ ബാക്കിലത്തെ വിഷ്വൽസ് നമുക്ക് കാണാൻ പറ്റും. ഇവിടെ നമുക്ക് കണ്ടോ ഈ ഒരു 2 കണ്ടോ, ഇങ്ങനെ 2 രീതിയിൽ നമുക്കിത് കാണാൻ പറ്റും. അതവിടെ അത്രയാണ്. പിന്നെ നമുക്ക് താഴോട്ട് വരുമ്പോഴത്തേക്കിന് നമ്മുടെ ഈ 7 സ്പീഡ് DCT ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് ആണ് നമുക്ക് വന്നേക്കുന്നത്. 7 സ്പീഡ് ആണ്. അതിന്റെ പാർക്ക്, റിവേഴ്സ്, ന്യൂട്രൽ, ഡ്രൈവ്, പിന്നെ മാനുവലി നമുക്ക് ഡ്രൈവ് ചെയ്യാവുന്ന രീതിയിലാണ് കൊടുത്തേക്കുന്നത്. പിന്നെ തൊട്ടായിട്ട് വരുന്നത് ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക് ആണ് വരുന്നത്. അതിന്റെയാണ് ഈ സ്വിച്ചസ് കാണുന്നത്. ഓട്ടോ ഹോൾഡ്, പിന്നെ നമുക്ക് ഇവിടെ ചെറിയൊരു സൈസിലുള്ള ഒരു കപ്പ് ഹോൾഡർ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിന്റെ ഇവിടെ നമുക്ക് ഇങ്ങനെ ഒരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. പിന്നെ വേറൊരു കൂടി ഫീച്ചർ ഞാൻ കാണിച്ചു തരാം. ഈ നീക്കുമ്പോൾ കണ്ടോ, ഇവിടെ നമുക്കൊരു വലിയൊരു ഒരു ബോട്ടിലോ അല്ലെങ്കിൽ ഒരു വലിയൊരു കപ്പോ അങ്ങനെ എന്തെങ്കിലും വെക്കണമെന്നുണ്ടെങ്കിൽ അതിനെ വേണ്ടിയിട്ടാണ് ആ രീതി കൊടുത്തേക്കുന്നത്. ഇതിങ്ങനെ തിരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും. അത് കൊള്ളാം. പിന്നെ ഇവിടെ നമുക്കൊരു ആംറസ്റ്റ് വരുന്നുണ്ട്. കണ്ടോ, ഇവിടെ നമുക്കത് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സ്റ്റോറേജും കാര്യങ്ങളും അവിടെയും വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ വെർണയുടെ കീ വരുന്നത്. ഇതിനകത്ത് നമുക്ക് ഈ ഡിക്കി നമുക്ക് ഓപ്പൺ ചെയ്യുന്നതിന്റെ ഞാൻ പറഞ്ഞില്ല, അതിന്റെ സ്വിച്ചും കാര്യങ്ങളൊക്കെ അതിലും വരുന്നുണ്ട്. അത്രയാണ് അവിടുത്തെ നമുക്ക് ഈ ഒരു സെൻട്രൽ കൺസോളിനെ പറ്റി പറയാനുള്ളത്. ഇനി നമുക്ക് സ്റ്റിയറിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു 2 സ്പോക്ക് സ്റ്റിയറിംഗ് വീലാണ്. അതും പക്ക ഒരു സ്പോട്ടി ഫീൽ കിട്ടുന്നുണ്ട്. നമുക്ക് ഇവിടെ ഇങ്ങനെ 2 സ്പോക്ക് ആയതുകൊണ്ട് തന്നെ ഇത്രയും കാര്യങ്ങളിൽ ഇവിടെ നമുക്ക് കൈ നമുക്ക് നല്ല രീതിയിലൊക്കെ വെച്ച് ഡ്രൈവ് ചെയ്യാൻ പറ്റും. നല്ല കംഫർട്ടബിൾ ആണ്. ഞാനൊരു സിംഗിൾ ഹാൻഡ് ഡ്രൈവറാണ്. അപ്പൊ അതുകൊണ്ട് എനിക്ക് കൂടുതലും എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇങ്ങനെ ഒരു ഇവിടെ നമുക്ക് കംഫർട്ടബിൾ ഈ രീതി 2 രീതിയിലും പിടിക്കാനും ഒക്കെ പറ്റും. പിന്നെ ഇവിടെ നമുക്ക് ഇതിന്റെ ഈ ഫുള്ളി ഡിജിറ്റൽ ആണ് നമ്മുടെ ഈ ഒരു ക്ലസ്റ്റർ വരുന്നത്. ക്ലസ്റ്ററിന്റെ എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ അറിയാൻ പറ്റും. അതിനകത്ത് നമുക്ക് FM, റേഡിയോ, അങ്ങനെയുള്ള കാര്യങ്ങൾ, ഡിസ്റ്റൻസ് ടു MT അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അറിയാൻ പറ്റും. ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം, ഇങ്ങനെയുള്ള എല്ലാ ഇപ്പോഴത്തെ ഡിജിറ്റലായിട്ടുള്ള എല്ലാം ഫുള്ളി ഡിജിറ്റലി ആണ് കൊടുത്തത്. അതെല്ലാം നമുക്ക് അതിനകത്ത് അറിയാൻ പറ്റും. പിന്നെ ഇവിടെ ഈ 2 സൈഡിലായിട്ട് ക്രൂസ് കൺട്രോളും കാര്യങ്ങളും വരുന്നുണ്ട്. ഇവിടെ നമുക്ക് ഓഡിയോ കൺട്രോൾസ് വരുന്നുണ്ട്. വോയിസ് അസിസ്റ്റന്റിന് കൊടുത്തിട്ടുണ്ട്. അതിന്റെ ബട്ടണാണ് ഈ കൊടുത്തേക്കുന്നത്. പിന്നെ നമുക്ക് ഇവിടെ ഈ ഒരു റെഡ് സ്റ്റിച്ചിങ് ഒക്കെ സ്റ്റിയറിംഗിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ നല്ല കംഫർട്ടബിളായിട്ട് പിടിക്കാവുന്ന ഒരു രീതിയിലാണ് കൊടുത്തത്. ഈ ഒരു റെഡ് സ്റ്റിച്ച് വരുന്നതുകൊണ്ട് നമുക്ക് ഒരു എന്താ ഞാൻ പറഞ്ഞ പോലെ ആ ഒരു സ്പോട്ടി ഫീൽ കിട്ടുന്നുണ്ട്. ഈ ബ്ലാക്കിൽ ഈ ഒരു റെഡ് കോമ്പിനേഷൻ വരുന്നതുകൊണ്ട് നല്ല ഭംഗിയാണ് കാണാൻ. പിന്നെ നമുക്ക് പാഡിൽ ഷിഫ്റ്റേഴ്സ് വരുന്നുണ്ട്. ഇവിടെ നമുക്ക് പാഡിൽ ഷിഫ്റ്റേഴ്സും വരുന്നുണ്ട്. അപ്പൊ ആ രീതിയിൽ നമുക്ക് മാനുവലി വളരെ എന്താ പറയുക, വളരെ എന്തൂസിയാസ്റ്റിക് ആയിട്ട് ഡ്രൈവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് കൊടുത്തേക്കുന്നത്. പിന്നെ ഇവിടെ നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പോട്ടി പെഡൽസ് വരുന്നുണ്ട്. കണ്ടോ, ഒരു സ്റ്റീൽ ഫിനിഷിൽ
2 പെഡൽസ് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നല്ല ഭംഗിയുണ്ട് കാണാൻ. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇവിടെ ഡെഡ് പെഡൽ വരുന്നുണ്ട്. അത് നല്ല കംഫർട്ടബിൾ ആണ്. അത് ഞാൻ എടുത്ത് പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആ ഒരു ഷൂ ഇട്ടിട്ട് പോലും ആ ഷൂ വെക്കുമ്പോൾ തന്നെ ആണെങ്കിലും നല്ല കംഫർട്ടബിൾ ആ ഷൂവിന്റെ അത്രയും തന്നെ സ്പേസ് അവിടെ കിട്ടുന്നുണ്ട്. എനിക്ക് നല്ല കംഫർട്ടബിൾ ആയിട്ട് അത് വെക്കാനും പറ്റുന്നുണ്ട്. പിന്നെ നമുക്ക് മെയിൻ ആയിട്ടും പറയാനുള്ളത് ഇവിടാണ്, ഈ സൈഡിലാണ് നമ്മുടെ പുഷ് സ്റ്റാർട്ട് ബട്ടൺ കാര്യങ്ങളൊക്കെ വരുന്നത്. ഉണ്ടോ, ഇവിടെയാണ് പുഷ് സ്റ്റാർട്ട് ബട്ടൺ വരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ ആ എ സിയുടെ ആ ഒരു റെഡ് ആക്സെന്റ് ഇവിടെയും വരുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ ആംബിയൻ ലൈറ്റ്സിന്റെ ആ ഒരു കളർ കാണിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ നമുക്ക് ട്രാക്ഷൻ ഓഫ് ചെയ്യുന്ന സ്വിച്ചും കാര്യങ്ങളൊക്കെയാണ്. ഐഡിയ സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ ആണ് കൊടുത്തേക്കുന്നത്. പിന്നെ ഇവിടെ ഹെഡ് ലാമ്പ് ലെവലർ കാര്യങ്ങൾ. പിന്നെ ഇവിടെ നമ്മുടെ പവർ വിൻഡോസിന്റെ സ്വിച്ചസും ആ ഒരു നമ്മുടെ മിററിന്റെ ഇലക്ട്രോണിക് മിറർ ആയതുകൊണ്ട് അതിന്റെ അഡ്ജസ്റ്റ്മെന്റും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കാണുന്നത്. ടോട്ട IRVM ആണ് വെഹിക്കിളിന് വരുന്നത്. അതാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് ഈ കാണുന്നത്. പിന്നെ നമുക്ക് വേണ്ട ഇവിടെ നമുക്ക് റീഡിംഗ് ലാംപ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ ഡോർ ഓപ്പൺ ആയതുകൊണ്ടാണ് കത്തി കിടക്കുന്നത്. പിന്നെ നമ്മുടെ വേണ്ട ഒരു സിംഗിൾ പെയിൻ സൺറൂഫ് വരുന്നുണ്ട്. ഒരു സിംഗിൾ പെയിൻ സൺറൂഫ് ആണ്. അത് കൊള്ളാം, നല്ല രസമുണ്ട് കാണാൻ. അത്യാവശ്യം ഒരു സെഡാൻ കാറിൽ നമുക്ക് ഒരു സിംഗിൾ പെയിൻ ഒരു നല്ല അത്യാവശ്യം വലുപ്പത്തിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ട ഇവിടെ മിറർ വരുന്നുണ്ട്. സൺസൈഡിൽ ഇവിടെ വരുന്നുണ്ട് മിറർ. ഇത് നമുക്ക് ക്ലോസ് ചെയ്യാവുന്ന രീതിയിലാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. പിന്നെ നമ്മുടെ സീറ്റ് എടുത്തു പറയേണ്ടതാണ്. നല്ല അടിപൊളി സീറ്റ്സ് ആണ്, നല്ല കംഫർട്ടബിൾ ആണ്. കാരണം നമുക്ക് ആ ഒരു ലംബാർ ഏരിയ ആണെങ്കിലും നല്ല കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു സീറ്റ്, നമ്മളെ നല്ല ഹഗ് ചെയ്തിരിക്കുന്ന രീതിയിലാണ് സീറ്റ്സ് വരുന്നത്. പിന്നെ ഇവിടെ നമുക്ക് ആ ഒരു റെഡ് പൈപ്പിംഗ് ഒക്കെ കൊടുത്തതുകൊണ്ട് ഇവിടെ നമുക്ക് കാണാം. റെഡ് പൈപ്പിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ആ ഒരു റെഡും ബ്ലാക്ക്, ഫുൾ ബ്ലാക്കിൽ റെഡ് ആ ഒരു പൈപ്പിംഗ് സ്റ്റിച്ചിങ്ങും ഒക്കെ വരുന്ന രീതിയിലാണ് കൊടുത്തേക്കുന്നത്. അത് നല്ല ഭംഗിയുണ്ട്. ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ വെന്റിലേറ്റഡ് സീറ്റ്സ് ആണ് വരുന്നത്. ഹീറ്റിംഗ് ആൻഡ് കൂളിംഗ് ഫംഗ്ഷൻ ഉള്ളതാണ്, കൂളിംഗ് മാത്രമല്ല. പിന്നെ നമുക്ക് ഇതിൽ 8 സ്പീക്കേഴ്സ് വരുന്നുണ്ട്. ബോസിന്റെ പ്രീമിയം സൗണ്ട് സിസ്റ്റം ആണ് വരുന്നത്. പിന്നെ ഡോർ പോക്കറ്റ്സിലേക്ക് പോകുമ്പോഴത്തേക്കും നമുക്ക് വേണ്ട അവിടെ ഒരു 1 ലിറ്റർ ബോട്ടിൽ വെക്കാം. പിന്നെ ഒരു ചെറിയൊരു ബോട്ടിലും കൂടെ വെക്കാനുള്ള സ്പേസ് ഉണ്ട്. പിന്നെ ചെറിയ ഫയൽസും കാര്യങ്ങളൊക്കെ വെക്കാം. പിന്നെ മേളിൽ നമ്മുടെ ആ ഹാൻഡ് റെസ്റ്റിന്റെ അവിടെയും നമുക്ക് ചെറിയൊരു യൂട്ടിലിറ്റി സ്പേസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആ ഡോർ ലിവർ ഒക്കെ നല്ല ഭംഗിയുണ്ട്. ഒരു മാറ്റ് സിൽവർ ഫിനിഷിലാണ് കൊടുത്തേക്കുന്നത്. ഡോർ ഫുള്ള് ബ്ലാക്ക് ആണ്. അതും നല്ല ആ ഒരു കാര്യത്തിലൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അവിടെയും നമുക്ക് ഒരു റെഡ് സ്റ്റിച്ചിങ് ഒക്കെ അവിടെയും കാണാം, ചെറിയ രീതിയിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാം ഡീറ്റെയിലിംഗ് ആണ്. അതാണ് വളരെ ചെറിയ സ്ഥലങ്ങളിൽ പോലും ഡീറ്റെയിൽഡ് ആയിട്ട് കമ്പനി അതെല്ലാം ശ്രദ്ധിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഫ്രണ്ടിലെ കാര്യങ്ങൾ ഇത്രയൊക്കെയാണ്. ഫ്രണ്ട് ഇന്റീരിയറിലെ കാര്യങ്ങൾ ഇത്രയാണ് പറയാനുള്ളത്. ഇനി നമുക്ക് നേരെ ബാക്ക് സീറ്റിൽ എന്തൊക്കെയാണ് വിശേഷങ്ങൾ നമുക്ക് നോക്കാം. ഓക്കെ, ഞാൻ ഇച്ചിരി സ്റ്റൈലിലങ്ങ് ഇരുന്ന് ബാക്കിലേക്ക് ഇരുന്നതല്ലേ. നമ്മൾ എപ്പോഴും ഡ്രൈവിംഗ് പൊസിഷനിലാണല്ലോ, എപ്പോഴും അല്ലെ ഡ്രൈവിംഗ് സീറ്റിലാണല്ലോ ഇരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ വെർണയുടെ റിയർ സീറ്റിലെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യമേ തന്നെ പറയേണ്ടത് ഫുട്ബോൾ കളിക്കാനുള്ള സ്ഥലം ഉണ്ടെന്ന് വേണം പറയാൻ. കാരണം ഒരു സെഡാനില്, അതായത് നമ്മുടെ ഈ ഒരു സെഗ്മെന്റ് പറയുന്നത് സെഡാൻ സെഗ്മെന്റ് ആണ്, മിഡ് സൈഡ് സെഡാൻ സെഗ്മെന്റ് ആണ്. അപ്പൊ അതില് ഇത്രയും നല്ല രീതിയിൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഈ സെഗ്മെന്റിലെ ലോങ്സ്റ്റ് വീൽ ബേസ് ഉള്ള ഒരു വെഹിക്കിൾ ആണിത്. അത് നമുക്ക് അകത്ത് നല്ല രീതിയിൽ കാണാനുണ്ട്. ഇതേണ്ട നിങ്ങൾക്ക് വിഷ്വലി ഇപ്പൊ കാണാം. ഞാൻ ഇരിക്കുന്ന നോക്കി എത്ര കംഫർട്ടബിൾ ആയിരുന്നു. കാരണം നല്ല തൈ സപ്പോർട്ടും ഇവിടുത്തെ ഒരു നീ റൂം ആണെങ്കിലും ലെഗ് റൂം ആണെങ്കിലും ഒക്കെ ഒരു രക്ഷയില്ലെന്നാണ് പറയാൻ. കാരണം ഞാൻ ഇച്ചിരി ബാക്കിലോട്ട് എപ്പോഴും സീറ്റ് ഇട്ട് ഓടിക്കുന്ന ഒരു പൊസിഷനുള്ള ആളാണ്. അത്യാവശ്യം ഇത് ബാക്കിലോട്ടായി കിടക്കുന്നത്, എന്റെ ഡ്രൈവിംഗ് പൊസിഷനിലാണ് ഇത് കിടക്കുന്നത്. എന്നാൽ പോലും എനിക്ക് ഇത്രയും സ്പേസ് ഇവിടെ കിട്ടുന്നുണ്ട്. അത്രയും നല്ല സ്പേഷ്യസ് ആണെന്നാണ് ഞാൻ അത് എടുത്ത് പറയാൻ കാരണം അതുകൊണ്ടും കൂടാണ്. പിന്നെ ഹെഡ് റൂം ആണെങ്കിലും അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഹെഡ് റൂം ഉണ്ട്. ഒരു സെഡാനിന് വേണ്ട ഒരു ഹെഡ് റൂം ഉണ്ട്. കാരണം നമ്മുടെ ഒരു ചരിഞ്ഞിറങ്ങുന്ന ഒരു റൂഫ് ലൈൻ വരുന്ന ഒരു വെഹിക്കിൾ ആയിട്ട് പോലും നമുക്ക് നല്ലൊരു ഹെഡ് റൂം കിട്ടുന്നുണ്ട്. ഒരു 5 ഫിംഗേഴ്സിന്റെ സ്പേസ് നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ മെയിൻ ആയിട്ടും പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ ബാക്കിൽ നമുക്ക് 2 AC വെന്റ്സ് വരുന്നുണ്ട്. അത് ചുമ്മാ ഒരു AC വെന്റ് കൊടുത്തേക്കുമല്ല, നല്ല ഫ്ലോ ഉണ്ട്. ഞാൻ അത് ഇവിടെ നിന്ന് ശ്രദ്ധിക്കുമായിരുന്നു. നല്ല രീതിയിലുള്ള എയർ ഫ്ലോ നമുക്ക് അതിൽ കിട്ടുന്നു. അത് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ കിട്ടുന്നുമുണ്ട്. അതിന്റെ തൊട്ട് താഴേക്ക് നമുക്ക് ഇവിടെ ഒരു ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഫോണൊക്കെ വേണമെങ്കിൽ വെക്കാവുന്ന രീതിയിൽ. അതിന്റെ തൊട്ട് താഴെ നമുക്ക് കഴിഞ്ഞാൽ 2 Type-C ചാർജേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഫാസ്റ്റ് ചാർജിങ് ആണ് കൊടുത്തേക്കുന്നത്. നമുക്ക് ഇവിടെ മൊബൈൽ വെക്കുകയും ചെയ്യാം. ആ രീതിയിലാണ് കൊടുത്തേക്കുന്നത്. സെൻട്രൽ ടണലെന്ന് പറയാൻ പറ്റത്തില്ല, പക്ഷെ എങ്കിലും ഒരു ചെറിയ രീതിയിൽ മാത്രം റേസ് ചെയ്ത് നിൽക്കുന്നുള്ളൂ. അത് നമുക്ക് ഒരു രീതിയിലും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലല്ല, വളരെ താഴ്ന്നു തന്നെയാണ് ആ സെൻട്രൽ ടണൽ നിൽക്കുന്നതും.
പിന്നെ ഓഫ് കോഴ്സ് ഈ ഒരു തൈ സപ്പോർട്ട് അത് ഒരു രക്ഷയില്ല. നമുക്ക് ഇരുന്ന് കഴിഞ്ഞാൽ എന്റെ തൈ നല്ല കംഫർട്ടബിൾ ആയിട്ട് അവിടെ ഇരിപ്പുണ്ട്. ഒരു രീതിയിലും അത് നമുക്കൊരു ബുദ്ധിമുട്ട് വരുന്ന രീതിയിലല്ല. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇവിടെ നമുക്ക് ആ ഒരു റെഡ് സ്റ്റിച്ചിങ്ങും കാര്യങ്ങളും ഒക്കെ ഈ ബാക്കിലത്തെ സീറ്റിലും കൊടുത്തിട്ടുണ്ട്. ഫുള്ളി ബ്ലാക്ക് ആണ്. ഐസോഫിക്സ് മൗണ്ട് ചെയ്യാവുന്ന രീതിയിലുള്ള സീറ്റ്സ് ആണ് കൊടുത്തേക്കുന്നത്. പിന്നെ ആംറസ്റ്റ് വന്നിട്ട് നമുക്ക് നല്ലൊരു അത്യാവശ്യം നല്ല വീതി തന്നെ കൊടുത്തിട്ടുണ്ട്. രണ്ടുപേര് ഇരിക്കുവാണെങ്കിലും നമുക്ക് രണ്ടുപേർക്കും കൈ വെക്കാവുന്ന രീതിയിൽ തന്നെയാണ് കൊടുത്തേക്കുന്നത്. സെന്ററിലൊരു കപ്പ് ഹോൾഡേഴ്സ്, 2 കപ്പ് ഹോൾഡേഴ്സും കൊടുത്തിട്ടുണ്ട്. അങ്ങനെ മേളിലേക്ക് എടുത്ത് വെക്കാം നമുക്ക്. പിന്നെ അഡ്ജസ്റ്റ് ചെയ്യാവുന്ന 2 ഹെഡ് റെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് ആണ് കൊടുത്തേക്കുന്നത്. 3 പേർക്ക് ഇരിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്റെ സൈസിലുള്ള 3 പേർക്ക് ഇരിക്കാൻ ഇച്ചിരി പാടായിരിക്കും. എങ്കിൽ ഒരു എന്നെക്കാട്ടിലും ഒരു കുറഞ്ഞ സൈസ് ആണെങ്കിൽ 3 പേർക്ക് നല്ല കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാൻ പറ്റും, കുഴപ്പമില്ല. പിന്നെ ഇവിടെ നമുക്കൊരു സൺ ബ്ലൈൻഡ്സ് ഇവിടെ വരുന്നുണ്ട് ബാക്കില് വെഹിക്കിളിൽ, കണ്ടോ? ഈ രീതിയിൽ നമുക്ക് വെക്കാവുന്ന ഒരു മാനുവലി വെക്കാവുന്ന രീതിയിലുള്ള ഒരു സൺ ബ്ലൈൻഡ്സ് വരുന്നുണ്ട്. ഇത്രയൊക്കെയാണ് നമുക്ക് റിയറിലെ കാര്യങ്ങൾ പറയാനുള്ളത്. നമുക്ക് അവിടെ ഞാൻ പറഞ്ഞ ബോസിന്റെ സ്പീക്കർ സിസ്റ്റം കാര്യങ്ങളൊക്കെ അവിടെ ഡോറിലും വരുന്നുണ്ട്. പിന്നെ നമുക്ക് അവിടെയും നമുക്കൊരു 1 ലിറ്റർ ബോട്ടിലൊക്കെ വെക്കാം ഡോർ പോക്കറ്റ്സിൽ. അപ്പൊ അത്തരം കാര്യങ്ങളാണ് വെർണയുടെ റിയറിലെ വിശേഷങ്ങൾ. നമുക്ക് ഇനിയിപ്പം നമുക്ക് നേരെ ഡ്രൈവ് വീഡിയോയിലേക്കോ. ഓക്കെ, യെസ്. അപ്പൊ നമ്മുടെ വെർണയുടെ ഡ്രൈവ് വീഡിയോയിലേക്ക് പോവാം. എന്തൊക്കെയാണ് കാര്യങ്ങൾ നമുക്ക് നോക്കാം. ആദ്യമേ തന്നെ സ്പെക്ക് പറയുമ്പോഴത്തേനും 1.5 ലിറ്റർ ടർബോ GDI പെട്രോൾ എഞ്ചിനാണ് വെഹിക്കിളിന് വരുന്നത്. 160 PS ആണ് ഇതിന്റെ പവർ ഫിഗർ വരുന്നത്. 253 Nm ടോർക്കും വരുന്നുണ്ട്. ഈ സെഗ്മെന്റിലെ ഏറ്റവും പവർഫുൾ എഞ്ചിൻ ആണെന്ന് തന്നെ പറയണം. എഞ്ചിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പവർ ഫിഗേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന, ഇത്തരം പവർ ഫിഗേഴ്സ് വരുന്ന ഈ സെഗ്മെന്റിൽ നമുക്ക് വേറെ വെഹിക്കിൾ ഇല്ല. പിന്നെ വേറൊരു വലിയ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് 7 സ്പീഡ് DCT ഗിയർ ബോക്സ് ആണ് വെഹിക്കിളിന് വരുന്നത്. ഡ്യുവൽ ക്ലച്ച് ട്രാൻസ്മിഷൻ ആണ് ഈ DCT എന്ന് ഉദ്ദേശിക്കുന്നത്. പവർ എങ്ങനെ ഉണ്ടായാലും ഒരു പവർ ഡെലിവറി എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമുക്ക് ഒരു രീതിയിലും ലാഗില്ല. ഇതിനകത്ത് ഡ്രൈവ് മോഡ്സ് ഉണ്ട്. അപ്പൊ നമ്മള് ഇപ്പൊ നോർമൽ വണ്ടി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നോർമൽ മോഡിലാണ് വെഹിക്കിൾ വരുന്നത്. അപ്പൊ ആ നോർമൽ മോഡിൽ തന്നെ നമുക്ക് നല്ല പവർ ഡെലിവറി ഉണ്ട്. ഒരു രീതിയിലും ലാഗില്ലെന്ന് തന്നെ പറയണം. കാരണം ഒരു 1300 1500 RPM തന്നെ നമുക്ക് നല്ല ഒരു ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട് വെഹിക്കിളിന്. ആ ഒരു ഈ ഒരു 253 Nm ടോർക്കും നമുക്ക് നല്ല രീതിയിൽ അത് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പൊ ആ ഒരു ലാഗോ കാര്യങ്ങളോ. പിന്നെ സ്പോർട്ട് മോഡ് ഇടുവാണെങ്കിൽ പറയണ്ട. സ്പോർട്ട് മോഡ് ഇടുമ്പോൾ തന്നെ വെഹിക്കിൾ നമ്മളിങ്ങനെ വലിച്ചോണ്ട് പോകുന്ന രീതിയിൽ ഒരു ഫീൽ കിട്ടും. നമ്മൾ ആ സമയത്ത് ഒരു ആക്സിഡന്റ് കൊടുക്കാതിരുന്നാൽ പോലും നമ്മൾ ആ സ്പോർട്ട് ലോക്ക് ഇടുമ്പോൾ തന്നെ വെഹിക്കിൾ ഇങ്ങനെ നമ്മളിങ്ങനെ കുതിക്കാനായിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. അതുകൊണ്ട് ഒരു രീതിയിലുള്ള ലാഗ് എനിക്ക് ഫീൽ ചെയ്യുക. പിന്നെ നമുക്ക് എക്കണോമി മോഡിൽ ഇടുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് ആ ഒരു ഫ്യൂൽ എഫിഷ്യന്റ് ആയിട്ട് വെഹിക്കിൾ പോകുന്നതിന് വേണ്ടിയിട്ടാണല്ലോ എക്കണോമി മോഡ് തന്നെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്കൊരു ആ ഒരു പവർ ഫിഗേഴ്സ് എല്ലാം ആ നോർമലിൽ നിന്നും പിന്നെ ഒരു ഇച്ചിരി ഡ്രെയിൻ ആവുന്നുണ്ട്. അത് സ്വാഭാവികമായിട്ടും നമുക്ക് ആ ഒരു മോഡ് അങ്ങനെ ആയതുകൊണ്ടാണ്. അവിടെ മാത്രമേ ഉള്ളൂ നമുക്ക് അത്. പക്ഷെ എക്കണോമി മോഡ് അത് നമ്മളത് ഡൈജസ്റ്റ് ചെയ്തല്ലേ പറ്റത്തുള്ളൂ. പിന്നെ നമ്മുടെ ഒരു സ്റ്റിയറിംഗിന്റെ ഒരു കാര്യങ്ങളിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ സ്റ്റിയറിംഗ് അടിപൊളിയാണ്. കാരണം നല്ല മാനുവറിറ്റി ഉണ്ട്. നമുക്ക് ഹാൻഡിൽ ചെയ്യാനാണെങ്കിലും നമുക്ക് ഒരു കംഫർട്ടബിളി നമുക്ക് വളരെ എടുത്തോണ്ട് പോകാൻ പറ്റുന്ന രീതിയിലാണ്. കോർണറിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്താണെങ്കിലും നമുക്ക് സ്റ്റിയർ ചെയ്യാനൊക്കെ വളരെ കംഫർട്ടബിൾ ആണ്. പിന്നെ ഈ ഒരു 2 സ്പോക്ക് സ്റ്റിയറിംഗ് വീൽ ആയതുകൊണ്ട് ഞാൻ കൂടുതലും ഒരു സിംഗിൾ ഹാൻഡ് സിംഗിൾ ഹാൻഡ് ഡ്രൈവർ ആയതുകൊണ്ട് എനിക്ക് ഒന്നുകൂടി ഇഷ്ടപ്പെട്ടു. കാരണം ഈ നടുക്കായ ഒരു സാധനം 3 സ്പോക്ക് ആകുമ്പോൾ നടുക്കൊരു ഇത് വരുമല്ലോ. അപ്പൊ നമുക്ക് അതില്ലാത്തത് കൊണ്ട് എനിക്ക് വളരെ വിഷ്വലി നിങ്ങൾ കാണുന്ന പോലെ തന്നെ വളരെ സിമ്പിൾ ആയിട്ട് എനിക്ക് ഹാൻഡിൽ ചെയ്യാനും പറ്റും. അത് എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും സ്വാഭാവികമായിട്ടും. പിന്നെ ഈ ഒരു കുറച്ചുകൂടെ കോമ്പാക്ട് ആണ് ഈ ഒരു സ്റ്റിയറിംഗ്. അതും നമുക്കൊരു കുറച്ചുകൂടെ ഒരു വളരെ കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് സ്റ്റിയർ ചെയ്യാനും ഒക്കെ പറ്റുന്നുണ്ട്. പിന്നെ അത്ര ഹാർഡല്ല, ഇലക്ട്രോണിക് സ്റ്റിയറിംഗ് വീലാണ് വരുന്നത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് സ്റ്റിയർ ചെയ്യാനും ഒക്കെ പറ്റുന്നുണ്ട്. പിന്നെ നമുക്ക് ഇനി സസ്പെൻഷന്റെ കാര്യങ്ങളിലേക്ക് വരുവാണെങ്കിൽ സസ്പെൻഷൻ വരുന്നിട്ട് നമുക്ക് ഫ്രണ്ടിൽ മക്ഫേർസൺ സ്റ്റാർട്ട് വിത്ത് കോയിൽ സ്പ്രിംഗ് ആണ് നമുക്ക് വരുന്നത്. ബാക്കിൽ വരുന്നത് ടോർഷൻ ബീം ആക്സിലാണ് വരുന്നത്. നല്ല ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു രീതിയിലാണ് നമുക്ക് സസ്പെൻഷന്റെ ഭാഗത്തു നിന്ന് നമുക്ക് കിട്ടുന്നത്. ആ ഒരു നമുക്ക് റൈഡ് ആണെങ്കിലും ഒക്കെ ഒരു വളരെ കംഫർട്ടബിൾ ആയിട്ടുണ്ട്. ഒരു തെറിപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല.
കോർണറിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്താണെങ്കിലും ഒരു ഹൈ എൻഡ് സ്പീഡിലൊക്കെ പോകുന്ന സമയത്താണെങ്കിൽ പോലും നമുക്കൊരു ഒലച്ചിലും കാര്യങ്ങളും ആ സെഡാന്റേതായ ഒരു പ്രൈം ആയിട്ടുള്ള ഒരു രീതിയിൽ നമുക്ക് നല്ല കംഫോർട്ട് കിട്ടുന്ന രീതിയിൽ തന്നെയാണ് കൊടുത്തേക്കുന്നത്. അതായത് ഇപ്പൊ ഒരു ജെർക്കൊക്കെ വരുന്ന ഒരു റോഡിലൊക്കെ പോയാൽ പോലും നമുക്ക് ആ ഒരു ഇതൊന്നും അറിയുന്നില്ല. സസ്പെൻഷൻ നല്ല രീതിയിൽ തന്നെ അത് ട്യൂൺ ചെയ്തിട്ടുണ്ടെന്ന് തന്നെ പറയണം. നമുക്ക് ആ ഒരു നല്ല കംഫർട്ടബിൾ ആയിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. പിന്നെ വന്നിട്ട് നമുക്ക് മൈലേജിന്റെ കാര്യം നോക്കി കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ മോഡ്സ് ഉണ്ട്, അതൊന്നുമില്ല. നോർമൽ മോഡിൽ തന്നെയാണ് ഞാൻ കൂടുതലും ഇന്ന് ഡ്രൈവിനൊക്കെ വന്നപ്പോഴാണെങ്കിലും എടുത്തത്. പക്ഷെ ആ നോർമൽ മോഡിൽ പോലും എനിക്ക് ഈ സിറ്റി ലിമിറ്റ്സിലൊക്കെ വന്നിട്ട് പോലും എനിക്കൊരു ആവറേജ് കിട്ടിയത് 16 ആണ്. ഇതിനകത്ത് കാണിക്കുന്നത് നമുക്ക് ആവറേജ് മൈലേജ് കിട്ടിയത് എനിക്ക് 16 കിട്ടി. അപ്പം ഹൈവേയിൽ എങ്ങനെ പോലും എനിക്ക് തോന്നുന്നു 18+ അല്ലെ 20+ ഒക്കെ മൈലേജ് കിട്ടും. ഇത് ഡിപ്പെൻസ് ആണ്, കാരണം നമ്മൾ ഓരോരുത്തരുടെ ഡ്രൈവിംഗ് സ്റ്റൈൽ അനുസരിച്ച് ഞാൻ എപ്പോഴും എല്ലാ വീഡിയോയിലും പറയാറുണ്ട് മൈലേജ് എല്ലാം ഡിപ്പെൻസ് ആണ്. പിന്നെ സ്വാഭാവികമായിട്ടും ഈ ഒരു വെഹിക്കിൾ ഇത്രയും പവർ ഡെലിവറി തരുന്ന ഒരു വെഹിക്കിൾ ആയിട്ട് നമ്മൾ ത്രോട്ടിൽ ചെയ്തു പോകും. സ്വാഭാവികമായിട്ടും നമ്മൾ ത്രോട്ടിൽ ചെയ്തു പോകും. അത്ര കാല് കൊടുക്കുന്നതനുസരിച്ച് തന്നെ നമുക്ക് നല്ലൊരു റെസ്പോൺസ് ആണ്. നമ്മളിപ്പോ ഞാനിപ്പോ സ്പോർട്സ് മോഡ് കണ്ട ഒരു സ്പോർട്സ് മോഡ് എടുക്കുമ്പോൾ തന്നെ നല്ല ഒരു ഫീലാണ് വെഹിക്കിൾ തരുന്നത്. കാല് കൊടുക്കുമ്പോ തന്നെ ഞാനത് ബാക്കിലോട്ടൊന്ന് ആഞ്ഞു കണ്ടു. ആ ഒരു പവറാണ് വെഹിക്കിൾ നമുക്ക് തരുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മളെ ത്രോട്ടിൽ ചെയ്ത് പോകും. നമ്മൾ അത്ര റെസ്പോൺസീവ് ആണ് എഞ്ചിൻ. പിന്നെ നമുക്ക് സേഫ്റ്റി സൈഡ് പറയുകയാണെങ്കിൽ 6 എയർ ബാഗ്സ് വരുന്നുണ്ട് വെഹിക്കിളിന്. കട്ടൺ എയർ ബാഗ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. പിന്നെ VSM, അതായത് നമ്മുടെ വെഹിക്കിൾ സ്റ്റെബിലിറ്റി മാനേജ്മെന്റ് വരുന്നുണ്ട്. ESP വരുന്നുണ്ട്, ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി പ്രോഗ്രാം. അങ്ങനെയുള്ള എല്ലാ സ്റ്റാൻഡേർഡ് ഫീച്ചേഴ്സും വരുന്നുണ്ട്. സേഫ്റ്റിയുടെ കാര്യത്തിൽ ഒരു രീതിയിലുള്ള കോംപ്രമൈസ് വെർണയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകത്തില്ല, അല്ലെ ആ ഒരു രീതിയിലാണ് കൊടുത്തത്. പിന്നെ ലെവൽ 2 ADAS ഫീച്ചേഴ്സ് വരുന്നത് കൊണ്ട് തന്നെ അതിനകത്തുള്ള ഞാൻ ആദ്യമേ നമ്മൾ ഇന്റീരിയർ പറഞ്ഞ സമയത്ത് ഡ്രൈവർ അസിസ്റ്റ് വാർണിംഗ്, അങ്ങനെയുള്ള എല്ലാ ലെയിൻ കീപ്പ് അസിസ്റ്റ്, ലെയിൻ ചേഞ്ച് അസിസ്റ്റ്, ഇങ്ങനെയുള്ള എല്ലാ ഫീച്ചേഴ്സും വെഹിക്കിളിൽ വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് സേഫ്റ്റിയുടെ കാര്യത്തിൽ ഒരു രീതിയിലും ഓട്ടോ ഹൈ ബീം അസിസ്റ്റ് വരുന്നുണ്ട്, അങ്ങനെയുള്ള എല്ലാ ഫീച്ചേഴ്സും. പിന്നെ ഹെഡ് ലാമ്പ് ആണെങ്കിലും നമ്മുടെ ഓട്ടോമാറ്റിക് ഹെഡ് ലാമ്പ്സ് ആണ്. വൈപ്പേഴ്സ് വരുന്നത് നോർമൽ ആയിട്ടാണ്. അപ്പം അത്രയാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു നമ്മുടെ വെർണയുടെ ഡ്രൈവ് വീഡിയോയിൽ എനിക്ക് പറയാനുള്ളത്. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഈ വെഹിക്കിൾ പ്രൊവൈഡ് ചെയ്തേക്കുന്നത് പോപ്പുലർ ഹുണ്ടായി വൈറ്റ്ല ഷോറൂം ആണ്. അവിടെ നമ്മുടെ ഷഹീർ സാർ ആണ് നമുക്ക് വെഹിക്കിൾ എല്ലാം അറേഞ്ച് ചെയ്ത് തന്നത്. നിങ്ങൾക്ക് ടെസ്റ്റ് ഡ്രൈവോ കാര്യങ്ങളോ അല്ലെ വെഹിക്കിളുമായിട്ട് ബന്ധപ്പെട്ട എന്ത് എൻക്വയറി ഉണ്ടായാലുള്ള ഏത് വെഹിക്കിളുമായിട്ട് നിങ്ങൾക്ക് അതിന്റെ ഡീറ്റെയിൽസ് എൻക്വയറി ഒക്കെ അറിയണമെന്നുണ്ടെങ്കിൽ പുള്ളിയെ കോൺടാക്ട് ചെയ്താൽ മതി. ഷഹീർ സാറിന്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പൊ നിങ്ങൾക്ക് ടെസ്റ്റ് ഡ്രൈവോ അല്ലെങ്കിൽ എന്താണ് നമ്മുടെ കാര്യങ്ങളെല്ലാം പുള്ളി കോൺടാക്ട് ചെയ്താൽ മതി. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പൊ അത്രയാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച്.